രാവിലെ തൊട്ട് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി ചെന്നൈയിൽ ഹോസ്പിറ്റലിലാണ്. ദുൽഖർ സിനിമയുടെ അഭിനയമൊക്കെ വേണ്ടാന്ന് വെച്ച് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തി എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ വാർത്ത വരുന്നുണ്ട്. മമ്മൂട്ടിക്ക് ഒരു അസുഖമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ വാർത്ത വിട്ടുകൊണ്ടിരുന്നത്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മലയാളികളെല്ലാം ഞെട്ട് ചെയ്തു. മമ്മൂട്ടിക്കോ എന്നൊരു ചോദ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു മണിക്കൂർ മുമ്പ് അവരൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ക്യാൻസർ അഭ്യൂഹങ്ങൾ തള്ളി മമ്മൂട്ടിയുടെ ടീം, താരം ആരോഗ്യവാനാണെന്ന് സ്ഥിരീകരണം. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്തുള്ള ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ശ്വാസതടസ്സം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് മമ്മൂട്ടി മാറി നിൽക്കുന്നത്. പ്രായം കണക്കിലെടുത്തൊക്കെയാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത്. നോമ്പൊക്കെ ആയതുകൊണ്ട് മാറി നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. വെറുതെ നമ്മുടെ നാട്ടിലിരുന്ന് കുറച്ച് ആൾക്കാർ അമ്മാതിരി വാർത്തയാണ് വിട്ടുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഇതെടുത്ത് വാർത്ത ചെയ്യുന്നു. എന്തായാലും ലാസ്റ്റ് ഇപ്പോൾ ഒന്ന് കൺഫേം ചെയ്തുകൊണ്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. സംഭവം മോഹൻലാലിൻ്റെ സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കാണാനാണ്. മമ്മൂട്ടിയേക്കാൾ ഒരു മുകളിൽ എനിക്ക് മോഹൻലാലിനെയാണ് ഇഷ്ടം. എന്നാൽ ഈ വാർത്ത രാവിലെ കേട്ടപ്പോൾ ഒരു വിഷമം എനിക്കുണ്ടായി. മമ്മൂട്ടിയല്ലേ, നമ്മൾ എത്ര കാലം കൊണ്ട് കാണുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന് പ്രത്യേകിച്ച് മമ്മൂട്ടിക്കൊക്കെ ഒരു അസുഖം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ നാട്ടിൽ പിന്നെ ഡയറ്റ് എന്തിനാ ആൾക്കാർ, നമ്മൾ ഫുഡ് എന്തിനാ കൺട്രോൾ ചെയ്യുന്നത് എന്ന് വരെ തോന്നിപ്പോകുന്നൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഇപ്പം മമ്മൂട്ടിക്ക് വരെ പെട്ടെന്നൊരു ഇഷ്യൂ എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരാൻ നേരത്തെ ഞാൻ ആലോചിച്ചത് മമ്മൂട്ടിയുടെ ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്താണ്, മമ്മൂട്ടിയുടെ ഫുഡിൻ്റെ രീതി, മമ്മൂട്ടിയുടെ ഭക്ഷണം കഴിക്കുന്ന രീതി, ഇതൊക്കെ ലോക പ്രശസ്തമാണ് മമ്മൂട്ടിയുടെ രീതി. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇമാതിരി വാർത്ത ചില ചാനലൊക്കെ പുറത്തു വിട്ടത്. മെയിൻ ചാനലൊന്നും അല്ല പുറത്തിട്ട്, ചില ചാനലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കേട്ട പതി കേൾക്കാത്ത പതി എടുത്ത് ഭയങ്കര റിയാക്ട് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയുടെ കുടലിനൊക്കെ പ്രശ്നമാണെന്നുള്ളത്. വെറുതെ ഇവിടുത്തെ ഈ നാടിൻ്റെ ഒരു പ്രശ്നം ഇതാണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പാടി എടുത്തങ്ങ് ചെയ്ത് വിട്ടുകളയെന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണം ഇവിടെ നിന്നും വന്നില്ല. ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നു എന്നുള്ള രീതിയിൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് മമ്മൂട്ടി ഹെൽത്തിയാണ്. പുള്ളിക്കാരൻ്റെ പ്രശ്നമൊന്നുമില്ല. പുള്ളിക്കാരന് 70-75 വയസ്സുണ്ട്. അപ്പോൾ ആ പ്രായത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും ഓടി നടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, ഓടി നടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങളൊക്കെ ശ്വാസതടസ്സം ഉണ്ടായി അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. പിന്നെ ഇപ്പോൾ നോമ്പ് കാലമാണ്, മമ്മൂട്ടി നോമ്പെടുക്കുന്നുണ്ടായിരിക്കും. ആ പ്രായത്തിൻ്റെയൊക്കെ ആ ജോലിയുടെയൊക്കെ കണക്കിലെടുത്താണ് ഇപ്പോൾ റെസ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു പേരിൽ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സങ്കടം വരും. കുറച്ച് മോഹൻലാൽ ഫാൻസും വേറെ ഫാൻസും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ചില ഞാൻ പറയാമല്ലോ, ചില ആൾക്കാർ മമ്മൂട്ടി സുതാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റ് ഇടുന്നുണ്ട്. അനാവശ്യ രീതിയിലുള്ള കമൻറ്റ്. അങ്ങനെ മോശപ്പെട്ട പരിപാടിയാണ്. അത് എനിക്ക് പറയാനുള്ള വളരെ മോശപ്പെട്ട പരിപാടിയാണ് അത്തരത്തിലുള്ള കമൻറ്റ് ഇടുക. ഇപ്പം നമ്മൾ ഈ മോഹൻലാലും മമ്മൂട്ടി ആയാലും നമുക്കൊക്കെ ഇവരുടെ സിനിമ കണ്ടിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരല്ലേ, നമുക്ക് രസമല്ലേ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്തെ അവർക്കൊക്കെ ഒരു ഇഷ്യൂ വരാൻ നേരം നമുക്ക് തോന്നും, ഇവർക്കോ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. വെറുതെ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ എടുത്ത് റിയാക്ട് ചെയ്യാതിരിക്കുക. അതിനാവശ്യ രീതിയിൽ കൃത്യമായ രീതിയിൽ അവരുടെ രീതിയിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വരും, ഉറപ്പായിട്ടും വരും. ആ സ്റ്റേറ്റ്മെൻറ്റ് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നാണ് വിചാരിക്കുന്നതല്ല. ഇപ്പം ഏഷ്യാനെറ്റ് അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം കൃത്യമായ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. മമ്മൂട്ടി ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല മമ്മൂട്ടി. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് മമ്മൂട്ടിയുടെ മാതൃകയിൽ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാം, അല്ല അമിതമായ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുക. മമ്മൂട്ടിയുടെ ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ജീവിച്ചാൽ കുഴപ്പമില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഞാനൊന്ന് സംശയിച്ചിരുന്നു കേട്ടോ മനസ്സിലെങ്കിലും. ഇന്ന് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇത്രയും ക്യാഷൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് മമ്മൂട്ടി. സിനിമയിൽ അഭിനയിച്ചു, പ്രശസ്തിയുണ്ട്, ക്യാഷുണ്ട്. എന്നാലും പുള്ളിക്കാരന് എല്ലാം ഇങ്ങനെ കൊണ്ടുവെക്കാൻ നേരത്ത് പകുതി എടുത്ത് മാറ്റിയിട്ട് കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമാണ് കഴിക്കുന്നതെന്നാണ് അറിയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾ ഇപ്പം 74 ചെറുപ്പമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ തന്നെ പറയുന്നത്. കാണുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ പുള്ളിക്കാരൻ. അങ്ങനെ ആൾ പെട്ടെന്നൊന്ന് ഡൗൺ ആയി എന്ന് കേൾക്കുമ്പം നമുക്ക് തന്നെ ഉണ്ടാകുന്നൊരു സംശയമുണ്ട്, എന്തിനാ പിന്നെ ജിമ്മിലൊക്കെ പോകുന്നത് എന്നൊരു തോന്നൽ നമുക്കും ഉണ്ടാവുമല്ലോ. തോന്നൽ എനിക്കുണ്ടായിരുന്നു. എന്തായാലും സന്തോഷം, മമ്മൂട്ടി ഓക്കെയാണ്, സുഖമായിട്ടിരിക്കുന്നു. പുള്ളിക്കാരൻ്റെ നല്ല പടങ്ങൾ ഇനിയും വരാനുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടവും പൂർത്തിയാക്കട്ടെ. മോഹൻലാലിനെ ഇഷ്ടമാണെങ്കിലും മമ്മൂട്ടിയെ മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റും. എന്തായാലും ഒരു കമൻറ്റ് ഇടുക കേട്ടോ.